ഇന്നാണെങ്കിൽ വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. മക്കൾ രണ്ടുപേരും തിരിച്ച് നാളെ ഹോസ്റ്റലിലേക്ക് പോകുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. പിന്നെ പെട്ടെന്ന് പോയി കുളിച്ച് വിളക്കൊക്കെ കൊളുത്തിയ ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് പോന്നു. അപ്പോഴേക്കും അച്ഛനാണെങ്കിൽ കുറച്ച് മരച്ചീനിയും ചിക്കനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ വീടിന് മുന്നിൽ കൂടെ കൊണ്ടുപോയി മീനും ഒക്കെ വാങ്ങിച്ചു. അതുമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കിച്ചണിൽ കൊണ്ടുവച്ചിട്ട് കൊണ്ടുവന്ന മരച്ചീനിയൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുപ്പിലോട്ട് വെക്കാമെന്ന് വെച്ചിട്ട് വന്നു. അതുമൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്ത് അടുപ്പിലോട്ട് വെച്ചു. ഇന്നാണെങ്കിൽ മോളുടെ മുടിയൊന്ന് വെട്ടാൻ വേണ്ടിയിട്ട് സലൂണിലൊന്ന് പോകണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് തീർത്തതിന് ശേഷം ഞങ്ങൾ സലൂണിലേക്ക് പോയി കേട്ടോ. കൊല്ലം പള്ളിമുക്കിലുള്ള സലൂണിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടൊരു ഫിഷ് ടാങ്ക് കേട്ടോ ഇത്. എന്തോ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടല്ലേ ഇത് കാണാനായിട്ട്. അതിനകത്ത് ഒരുപാട് ഗോൾഡ് ഫിഷും പിന്നെ ഒരു ബ്ലാക്ക് സൈസ്, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഒരുപാട് സമയം ഞാനത് നോക്കി നിന്ന് കേട്ടോ. നമ്മുടെ ഈ പണ്ടത്തെ ഉരലില്ലേ, അതുപോലൊരു സാധനത്തിലാണ് അത് കിടക്കുന്നത്. പിന്നെ മോളുടെ മുടിയൊക്കെ ഒന്ന് പെട്ടെന്ന് വെട്ടി ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട്. അവൾക്ക് കുറച്ച് കോസ്മെറ്റിക് ഐറ്റമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറി. അവിടെ ആണെങ്കിൽ പെരുന്നാളിൻ്റെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഒരുപാട് സാധനങ്ങളൊക്കെ ഒരുപാട് ഓഫർ വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അത്യാവശ്യം വേണ്ട കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആണെങ്കിൽ ഇതായി ഈ ഒരു ജ്യൂസ് ഭയങ്കര ഓഫർ വിലയ്ക്ക് വെച്ചിരുന്നൊരു ജ്യൂസാണ് കേട്ടോ. പക്ഷേ അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ ഇപ്പി, ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ്, അതൊക്കെ കുറച്ച് വാങ്ങിച്ചു കേട്ടോ. മോക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ കുറേ ദിവസം കൊണ്ട് രണ്ടുപേരും കൂടി നിർബന്ധിക്കുന്നുണ്ട് വാഴ 2 കാണാൻ പോകണമെന്ന് വെച്ചിട്ട്. അപ്പോൾ തന്നെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ച് വന്നതിന് ശേഷം വാഴ 2 ഒക്കെ ഒന്ന് കാണാൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.